നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ എന്നാണാവോ തീരുക? പണിയില്ല, ഒന്നുമില്ല. എന്താ കോൾ വരുന്നല്ലോ? ഹലോ. ഹലോ, സുബ്രഹ്മണ്യൻ? അതെ, സുബ്രഹ്മണ്യൻ. ആരാ വിളിക്കണേ? ഞാൻ ആറ്റൂരിന്നാ. പേര് സുമ. ഞങ്ങൾ ആകെ പെട്ടിരിക്കുക പോറ്റി, ഒന്ന് സഹായിക്കണം. പോറ്റിയോ? ആരാ വിളിച്ചേ? അത് റോങ് നമ്പറാടാ. ഈയിടെയായിട്ട് കുറേ റോങ് നമ്പറുകൾ കയറി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ പേരെന്നെയാ പറഞ്ഞത്, സുബ്രഹ്മണ്യൻ. പിന്നെ പോറ്റി, ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണം. റോങ് നമ്പർ ആവും. വേറെ ഏതെങ്കിലും സുബ്രഹ്മണ്യനാവും. അത് വിട്ടേക്ക്. പണിയില്ലാതെ 10-15 ദിവസമായി. ആലോചിച്ചിട്ട് പ്രാന്താവുക. ആരെ കൊന്നിട്ടായാലും കുഴപ്പമില്ല. 5000 രൂപ വൈകിട്ട് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയുടെ ഓർഡറാ. എൻ്റെ കാര്യം കണക്കാ. പെണ്ണുമ്പിള്ള വീട്ടിൽ കയറാൻ സമ്മതിക്കില്ല, ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടെ ബംഗാളികൾക്ക് വരെ പണിയില്ല, പിന്നെ നമ്മുടെ കാര്യം എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യും? ഇതാ പിന്നെയും കോൾ വരുന്നുണ്ടല്ലോ. അതേ നമ്പറാണല്ലോ, എടുക്കണ്ട. നീ ഫോണിൽ എടുക്ക്, എന്താ നോക്കാലോ. സ്പീക്കർ ഇടാം. ഹലോ. പോറ്റിസ്വാമി ക്ഷമിക്കണം, നേരത്തെ ലൈൻ കട്ടായി പോയി. അത് സാരില്ല, നിങ്ങൾ കാര്യം പറയൂ. കുറച്ച് ദിവസമായി ആകെ കഷ്ടകാലമാണ് സ്വാമി. പിള്ളേർക്കാണെങ്കിൽ അസുഖങ്ങൾ, ചേട്ടനാണെങ്കിൽ ഗൾഫിലില്ലാത്ത പ്രശ്നങ്ങളില്ല. ആരോ കരുതി കൂട്ടി പണി തരണതാണോ എന്നൊരു സംശയം. സ്വാമി എന്തായാലും ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം, എന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ആരാ നമ്പർ തന്നെ ചോദിക്കി? അതെ, നിങ്ങൾക്ക് ആരാ എൻ്റെ നമ്പർ തന്നെ? പുത്തിരിത്തറയിലുള്ള ശാന്ത, അതെൻ്റെ അമ്മായിയാണേ. സുബ്രഹ്മണ്യ സ്വാമി പോയി അവിടുത്തെ ദോഷങ്ങളൊക്കെ തീർത്തു എന്ന് അമ്മായി പറഞ്ഞിരുന്നു. അതാ ഞാൻ വിളിച്ചത്. അമ്മായിയുടെ അവിടെ എന്താ പ്രശ്നം ചോദിക്കും? പുത്തിരിത്തറയിൽ ശാന്ത അല്ലേ? എനിക്കങ്ങോട്ട് ഓർമ്മ കിട്ടില്ല. അവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അമ്മായിയുടെ അവിടെ ആകെ പ്രശ്നങ്ങളായിരുന്നു. ആരെന്തോ കൂടോത്രം ചെയ്തതാ. അല്ല, സ്വാമിയാണല്ലോ അന്ന് അവരെ ഹോമം നടത്തി രക്ഷിച്ചത്. സ്വാമിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, വലിയ തിരക്കുള്ള ആളല്ലേ. അതെ, മറന്നതാവും. എന്തായാലും ഇതിൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുക, വീടിൻ്റെ ലൊക്കേഷനും. ശരി സ്വാമി, ഉപേക്ഷ വിചാരിക്കരുത്. എത്രയും വേഗം വരാൻ നോക്കണേ. ശരി, ശ്രമിക്കാം. ആരോടും പറയരുതെന്ന് പറയും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളൊന്നും വേറെ ആൾക്കാരൊന്നും അറിയണ്ട. ആ പുത്തിരിത്തറയുള്ള അമ്മായി പോലും അറിയണ്ട. മനസ്സിലായി സ്വാമി. പുത്തിരിത്തറയുള്ള ശാന്തയോ? പുത്തിരിത്തറയുള്ള ശാന്ത ഒരു തള്ള. ആ തള്ളയുടെ വീട്ടിൽ കിണറിൽ പൂച്ച വീണിട്ട് ഞാനാണ് എടുക്കാൻ പോയത്. അതിനെ തള്ളക്ക് ഫോണൊന്നുമില്ലല്ലോ. അന്ന് എൻ്റെ നമ്പർ ഒരു ബുക്കിലാണ് എഴുതി വെച്ചത്. അവരെ സുബ്രഹ്മണ്യൻ പൂച്ചാനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതാവും. അവർക്ക് സുബ്രഹ്മണ്യൻ പൂച്ചയും സുബ്രഹ്മണ്യൻ പോറ്റിയും അങ്ങോട്ട് മാറിപ്പോയി. അതായിരിക്കും. അതാണ് വഴി. എന്തായാലും കാശില്ലാത്ത സമയത്ത് ദയവായിട്ട് തന്നൊരു ചാൻസാണ്. ഒരു കൈ നോക്കാം. വാ. വരൂ സ്വാമി, വരൂ. കയറി ഇരിക്കു സ്വാമി, വരൂ. പ്രശ്നമാണ്. കൊടിയ പ്രയോഗം അല്ല സ്വാമി? അതെ, ദുർനിമിത്തങ്ങൾ കാണുന്നു. അയ്യോ സ്വാമി, അതിനെന്താ ഒരു പ്രതിവിധി? നല്ല പരിചയമുള്ള ആരോ ആണ്. ബന്ധുക്കളാവാനാണ് സാധ്യത. 4 ദിക്കുന്നുള്ള പ്രയോഗമാണ്. പ്രതിരോധം വേണം. വരൂ, പുറത്തേക്ക് വരൂ. നമുക്ക് ചിലത് കണ്ടുപിടിക്കാനുണ്ട്. വരൂ. നിൽക്കുക.
ഇവിടെ നോക്കാം. ഇന്നെങ്കിലും കണ്ടത് നന്നായി. കൊടിയ പ്രയോഗങ്ങളാണ്. ശത്രുക്കളോട് പോലും ഇതൊന്നും ആരും ചെയ്യാറില്ല. ചെയ്യും സ്വാമി, ചെയ്യും. ഞങ്ങളുടെ ബന്ധുക്കൾ ചെയ്യും. ഹൈ. ചേട്ടൻ ഗൾഫിലാണല്ലോ. കുറച്ച് കാശായപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ശത്രുക്കളായി. കാശ് ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ നമ്മുടെ ശത്രുക്കളാ. അതെ. സ്വാമി എന്താ ചെയ്യാ? എന്ത്? ഈ മുട്ട തൃത്തളിക ഹോമം നടത്തേണ്ടി വരും. എന്ത് വേണമെങ്കിൽ നടത്താം. കാശ് എത്രയായാലും കുഴപ്പമില്ല. എന്നാ നാളെ അല്ല, ഇന്ന് അമാവാസി. ഇന്ന് തന്നെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാം. പിടിക്ക. വേണ്ട വേണ്ട, സ്വാമി തന്നെ വെച്ചോളൂ. സ്വാമി തന്നെ പിടിച്ചാൽ മതി. അയ്യോ അയ്യോ, എല്ലാം നിർജീവാക്കിയിട്ടുണ്ട്. ഇനി ഈ മുട്ടയെ കൊണ്ട് ഒന്നും സാധിക്കില്ല. പക്ഷെ ഇനി ഇതുപോലെയുള്ളത് വരാതെ സൂക്ഷിക്കണം. ശരി സ്വാമി. പരികർമ്മി എല്ലാം എടുത്തോളുക. ആ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ മൂന്നാളല്ലാതെ നാലാമതൊരാൾ അറിയരുത്. ഗൾഫിലുള്ള നിങ്ങളുടെ ഭർത്താവ് പോലും. ആ ഇല്ല സ്വാമി, അറിയിക്കില്ല. പിന്നെ ഇനി വരുന്ന 6 മാസം എല്ലാ അമാവാസി നാളിലും ഇതുപോലെയുള്ള പൂജകൾ നടത്തണം. എന്നാലേ ഫലപ്രാപ്തി ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ആ ഉവ്വ് ഉവ്വ്. സ്വാമി, ഇതാ ദക്ഷിണ. ഇതിൽ 30,000 ഉണ്ട്. 25,000 അല്ലേ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്, വേണ്ടാന്ന് പറയരുത്. അതെ, നീ അടുത്ത മാസം നീ തനിച്ച് പോയാൽ മതി. അതെന്താടാ? അതെന്താ? ആ കൂടോത്രം മുട്ടയും എല്ലാം കണ്ടപ്പോൾ എൻ്റെ കിളി അങ്ങോട്ട് പോയി. ചിരിക്കേ. അല്ല, നിനക്ക് എങ്ങനെ അവിടെ മുട്ടയുണ്ടെന്ന് മനസ്സിലായത്? എടാ പോട്ട, ഇന്നലെ രാത്രി ആ പെണ്ണുമ്പിള്ള ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നിനക്കെന്നോട് സത്യം പറയായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു. നിന്നോട് പറഞ്ഞാലേ നീ ഓവർ ആക്ട് ചെയ്തത് കൊളാക്കും. അതാണ് ഞാൻ പറയാതിരുന്നത്. അത് മാത്രമല്ല, നിനക്ക് എൻ്റെ അത്ര അഭിനയിക്കാനുള്ള കഴിവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അടുത്ത പ്രാവശ്യം നീ പോയി കുഴിച്ചിട്ടോ. ഇത് നമുക്ക് സ്ഥിരം തൊഴിലാക്കിയാലോ? ആലോചിക്കാവുന്നതാണ്. നീ വലിയ മോഹൻലാൽ കളിക്കണ്ടേ, ഞാനും കളിക്കും.